നമസ്കാരം. സർവകലാശാലകളുടെ അക്കാദമിക സ്വാതന്ത്ര്യം ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ഇല്ലാതാക്കരുതെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആവശ്യം പുതിയ വിവാദമാകുന്നു. സർവകലാശാലകളിൽ ഗവർണർ നടത്തുന്ന ഇടപെടലുകൾ CPM ചർച്ചയാക്കുമ്പോഴാണ് ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഈ നീക്കം. കേരളത്തിൽ നടപ്പിലാക്കി വരുന്ന 4 വർഷ ബിരുദ പ്രോഗ്രാമിന്റെ ഭാഗമായി നടക്കുന്ന മൾട്ടി ഡിസിപ്ലിനറി കോഴ്സിൽ ഹിസ്റ്ററി പാഠപുസ്തകം അടിച്ചേൽപ്പിക്കാൻ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ശ്രമിക്കുന്നുവെന്നാണ് ആക്ഷേപം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അതിവിശ്വസ്തനായ രാജൻ ഗുരുക്കളാണ് കൗൺസിലിനെ നയിക്കുന്നത്. ഫലത്തിൽ മുഖ്യമന്ത്രിയോട് അടുപ്പമുള്ള രാജൻ ഗുരുക്കളെ ലക്ഷ്യമിട്ടാണ് പരിഷത്തിന്റെ നീക്കം. സർക്കാരിന്റെ പല സ്വപ്ന പദ്ധതികളെയും പരിഷത്ത് വിമർശിച്ചിട്ടുണ്ട്. കേരളയിൽ അടക്കം എടുത്ത നിലപാട് കേരളം ചർച്ച ചെയ്തു. ഇതിന് പിന്നാലെയാണ് സർവകലാശാലകളിലെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ഇടപെടലിനെ വിമർശിക്കുന്നത്. കേരളീയ ജ്ഞാനവ്യവസ്ഥിതിയും ചരിത്രവും ഉൾപ്പെടുത്തിയ കേരളം പഠനം എന്ന ഭാഗം പഠിപ്പിക്കാൻ നൽകുന്നതാണ് വിവാദം. ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ കേന്ദ്രീകൃത സിലബസ് തയ്യാറാക്കി സ്വകാര്യ പ്രസാധകൻ പുറത്തിറക്കിയ പുസ്തകം അടിസ്ഥാനപ്പെടുത്തി വേണം ഹിസ്റ്ററി പഠിപ്പിക്കാൻ എന്ന നിർദ്ദേശം കേരള ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വച്ചുവെന്നാണ് പരിഷത്തിന്റെ ആരോപണം. ഇത് സർവകലാശാലകളുടെ അക്കാദമിക സ്വാതന്ത്ര്യത്തിന് മുകളിലുള്ള കടന്നുകയറ്റമാണ്. സർവകലാശാലകളിൽ കോഴ്സിന്റെ സിലബസ് തയ്യാറാക്കാൻ ബോർഡ് ഓഫ് സ്റ്റഡീസ്, അക്കാദമിക് കൗൺസിൽ തുടങ്ങിയ സംവിധാനങ്ങളുണ്ടെന്ന് പരിഷത്ത് ഓർമ്മപ്പെടുത്തി. അതിനിടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനോട് കൂടുതൽ അടുത്തു നിൽക്കുന്ന പ്രസ്ഥാനമാണ് പരിഷത്ത്. സർവകലാശാലകളിൽ സംസ്ഥാന സർക്കാർ ഇടപെടലിന് അവസരമൊരുക്കുന്ന ബില്ലിനോടും മറ്റും പരിഷത്ത് മൗനമാണ് പുലർത്തിയത്. അവരാണ് കൗൺസിലിനെ വിമർശിക്കുന്നതും. ഉന്നത വിദ്യാഭ്യാസ കൗൺസിലുമായി അത്ര നല്ല ബന്ധത്തിൽ അല്ല ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്ന ചർച്ചകളും സജീവമാണ്. ഇതിനിടയിലാണ് രാജൻ ഗുരുക്കളെ ലക്ഷ്യമിട്ടുള്ള പരിഷത്തിന്റെ യുദ്ധപ്രഖ്യാപനം. ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ സർവകലാശാലകളുടെ ഈ അധികാരം കവരുകയും അവർ തയ്യാറാക്കിയ പുസ്തകം പാഠപുസ്തകമാക്കണമെന്നും ആവശ്യപ്പെടുന്നത് ജനാധിപത്യ വിരുദ്ധവും അക്കാദമിക മികവായി നിലവിൽ പാലിച്ചുകൊണ്ടിരിക്കുന്ന നടപടികൾക്കും വിരുദ്ധമായതിനാൽ അംഗീകരിക്കാനാവില്ല. ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ സർവകലാശാലകളിലെ ബോർഡ് ഓഫ് സ്റ്റഡീസിന് പരിഗണിക്കാവുന്ന ഒരു നിർദ്ദേശമായിട്ടല്ല, മറിച്ച് ആധികാരികമായ ഉത്തരവായിട്ടാണ് ഇത് നൽകിയിട്ടുള്ളത്. എല്ലാ സർവകലാശാലകളും 4 വർഷ ബിരുദ പരിപാടിയുടെ സിലബസ് ഉൾപ്പെടെ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ളതാണ്. ഈ സിലബസിൽ ഉൾപ്പെടുത്തിയ പുസ്തകങ്ങളെ തള്ളിക്കളയാനും കൗൺസിൽ പറയുന്ന പുസ്തകമാണ് പഠിപ്പിക്കേണ്ടതെന്നും അധ്യാപകർക്ക് വിവരം നൽകി ട്രെയിനിംഗ് നടത്തുകയാണ് നിലവിൽ കൗൺസിൽ ചെയ്യുന്നത്. ഈ പ്രവർത്തനം സർവകലാശാലകളെ അക്കാദമികമായി മോശമായി ചിത്രീകരിക്കാനും അവഹേളിക്കാനും മാത്രമേ ഉപകരിക്കൂവെന്ന് പരിഷത്ത് കുറ്റപ്പെടുത്തുന്നു. ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന് ഇപ്രകാരം ഒരു നിർദ്ദേശമുണ്ടായിരുന്നുവെങ്കിൽ സിലബസ് തയ്യാറാക്കുന്നതിന് മുൻപ് ബോർഡ് ഓഫ് സ്റ്റഡീസിന്റെ പരിഗണനയ്ക്ക് നൽകുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. സർവകലാശാലയ്ക്ക് അത് സ്വീകരിക്കാനോ തള്ളിക്കളയാനോ ഉള്ള അവകാശമുണ്ട്. സർവകലാശാലകളെ നോക്കുകുത്തികളാക്കി മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് അവരവരുടെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കുന്ന സ്ഥിതി വരുത്തിവെക്കാവുന്ന ഒരു തീരുമാനമാണ് നിലവിൽ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ കൈക്കൊണ്ടിരിക്കുന്നത്. ഇത് അംഗീകരിക്കാനാവില്ല. മാത്രമല്ല, യൂണിയൻ സർക്കാർ UGC അടക്കമുള്ള ഏജൻസികളെയും രാജ്ഭവനെയും ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ നയങ്ങൾ കേന്ദ്രീകൃതമായി അടിച്ചേൽപ്പിക്കുന്നതിന് എതിരായി ജനാധിപത്യ ശക്തികൾ നടത്തുന്ന സമരത്തെ ഇത് ദുർബലപ്പെടുത്തുകയും ചെയ്യുമെന്ന് പരിഷത്ത് പറയുന്നു.